കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് കരുതുന്നത്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും അവസാനവട്ട ചർച്ച നടത്തും. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് ഘടകകക്ഷി നേതാക്കളെ രാഹുൽ ഗാന്ധി ഫോണിൽ വിളിച്ചേക്കും. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, വലിയ തോതിൽ ചർച്ചകളൊക്കെ നടന്നതാണ്. ഇനിയിപ്പോൾ ആ ഒരു പ്രഖ്യാപനം അതേ വേണ്ടൂ, അത് ഇന്ന് പ്രതീക്ഷിക്കാം അല്ലേ? ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചന. കാരണം അവസാനവട്ട ചർച്ചകൾ ഇന്ന് നടക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയ കേരളത്തിൽ നിന്നുള്ള നേതാക്കളെല്ലാം തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ മുൻ KPCC അധ്യക്ഷന്മാരും കൂടാതെ നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ളവർ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രി വൈകി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് VM സുധീരനാണ്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. പ്രഖ്യാപനം അധികം വൈകാതെ ഉണ്ടാകും. കേരളത്തിലെ സാഹചര്യവും ജനവികാരവും രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നുള്ളതായിരുന്നു VM സുധീരൻ വ്യക്തമാക്കിയത്. അതിനു മുൻപേ K മുരളീധരൻ, K സുധാകരൻ തുടങ്ങിയ മുൻ KPCC അധ്യക്ഷന്മാരും PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും KP അനിൽകുമാറും രാഹുൽ ഗാന്ധിയെ കണ്ടിരുന്നു. ഇതിനോടകം തന്നെ ഹൈക്കമാൻഡ് തലത്തിൽ തീരുമാനമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അന്തിമ ഘട്ട ചർച്ചകൾക്കായി ഇന്ന് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും കൂടിക്കാഴ്ച നടത്തും. സോണിയാഗാന്ധിയുടെ കൂടി അഭിപ്രായം പരിശോധിച്ച ശേഷം അന്തിമ പ്രഖ്യാപനം ഉച്ചയ്ക്ക് മുൻപ് ഉണ്ടാകും എന്നുള്ളതാണ് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് രാഹുൽ ഗാന്ധി കേരളത്തിലെ UDF-ലെ കോൺഗ്രസിന്റെ ഘടകകക്ഷികളുമായി ഫോണിൽ സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കാരണം വലിയ അതൃപ്തി UDF-നുള്ളിൽ, ഒന്ന് മുഖ്യമന്ത്രി തീരുമാനവുമായി ബന്ധപ്പെട്ടും മറ്റൊന്ന് ഈ പ്രഖ്യാപനം വൈകുന്നതിലും കടുത്ത അതൃപ്തി UDF-ൽ ഘടകകക്ഷികൾ പരസ്യമായി തന്നെ ഉയർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്ന വേളയിൽ കോൺഗ്രസിനുള്ളിലും മറ്റ് പൊട്ടിത്തെറികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ ഇതിനോടകം തന്നെ ഹൈക്കമാൻഡിനുണ്ട്. കാരണം ഇന്നലെ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയ നേതാക്കളും KC വേണുഗോപാലിന് വേണ്ടി തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. അതായത് നിയമസഭാ കക്ഷിയോഗത്തിലെ ഭൂരിപക്ഷ അഭിപ്രായം നടപ്പിലാകട്ടെ എന്നുള്ളതാണ് ഇന്നലെ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ള അധിക നേതാക്കളും ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് KC വേണുഗോപാലിന് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാനാണ് നിലവിൽ സാധ്യതയുള്ളത്. അതിനപ്പുറത്തേക്കുള്ള തീരുമാനത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു പൊതുവായി വന്നിട്ടുള്ള ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് ഒരു പേരിലേക്ക് ഹൈക്കമാൻഡ് പ്രഖ്യാപനം നടത്തുമോ എന്നുള്ളതും നമുക്ക് പറയാൻ സാധിക്കില്ല. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി തന്നെ തീരുമാനമുണ്ടാകുമെന്ന് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഒന്നുകിൽ മുതിർന്ന നേതാക്കൾ ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ട് അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയേക്കാം. അതല്ലെങ്കിൽ AICCയുടെ ഭാഗത്തുനിന്ന് കേരളത്തിൽ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുത്തു എന്ന തരത്തിലൊരു വാർത്താക്കുറിപ്പിലൂടെയായിരിക്കും ആ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ഏതായാലും ഒറ്റ കാര്യം, ഈ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് ഘടകകക്ഷി നേതാക്കളെ രാഹുൽ ഗാന്ധി ഫോണിൽ വിളിച്ചേക്കും എന്ന തരത്തിലും വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. ജിഷ്ണുവും ഇപ്പോൾ അത് പറയുന്നത് കേട്ടു. മുൻപും ഈ ഘടകകക്ഷി നേതാക്കളുമായി ഹൈക്കമാൻഡ് വലിയ തരത്തിൽ ചർച്ചകളൊക്കെ നടത്തിയതാണ്. ഫോണിലൂടെ വിളിച്ചോ അല്ലാതെയും ഒക്കെ സംസാരിച്ചതാണ്. ആരെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള അഭിപ്രായമൊക്കെ തേടിയതാണ്. വീണ്ടും അതിലേക്ക് കടക്കുമ്പോൾ ഇന്നിപ്പോൾ പാണക്കാട്ട് യോഗമൊക്കെ ഉള്ളതും കൂടിയാണ്. ഇനിയിപ്പോൾ ആ യോഗവും കഴിഞ്ഞ് അതിനൊക്കെ ശേഷമായിരിക്കുമോ വീണ്ടും ചർച്ചയും? അപ്പോൾ വീണ്ടും സമയം നഷ്ടമാവുകയല്ലേ? ആരാണ് മുഖ്യമന്ത്രി എന്ന പ്രഖ്യാപനം വീണ്ടും വൈകില്ലേ അപ്പോൾ? അക്കാര്യത്തിൽ ഈ ഘടകകക്ഷികളുടെ കൂടി പിന്തുണ ഉറപ്പാക്കുന്നതിന് ഹൈക്കമാൻഡ് ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ചു എന്നതിനപ്പുറത്തേക്ക് കൂട്ടായ ചർച്ചകളിലൂടെയാണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത് എന്ന് വരുത്തുന്നതിനാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ മുതിർന്ന നേതാക്കളെ പോലും ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയത്. അതായത് കേന്ദ്ര നിരീക്ഷകർ നേരത്തെ തന്നെ കേരളത്തിലെത്തിയപ്പോൾ ഘടകകക്ഷികളുടെ അഭിപ്രായം, ഈ ഇന്നലെ ഡൽഹിയിലെത്തിയിട്ടുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം എല്ലാം തന്നെ ചോദിച്ചറിയുകയും അത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് മുൻപിൽ സമർപ്പിച്ചതുമാണ്. പക്ഷേ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അതിർത്തിയോ പൊട്ടിത്തെറിയോ കോൺഗ്രസിനുള്ളിലോ UDF-നുള്ളിലോ വരാതിരിക്കാനുള്ള ശ്രമമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതും നിരവധി തവണയായി ഘടകകക്ഷികളുമായി ബന്ധപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് വീണ്ടും രാഹുൽ ഗാന്ധി ഘടകകക്ഷി നേതാക്കളെ ഫോണിൽ വിളിച്ച് സംസാരിക്കും എന്നുള്ളതാണ്. അത് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് ഇത്തരത്തിൽ പ്രഖ്യാപനം നടത്തുകയാണ് എന്ന വിവരമായിരിക്കും രാഹുൽ ഗാന്ധി അറിയിക്കുക. ഇതിനോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾ കോൺഗ്രസിന് അവരുടെ നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിക്കാമെന്നും പ്രഖ്യാപന വേളയിൽ
പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടാകില്ല എന്ന നിലപാട്, അതായത് എതിർത്തുകൊണ്ടുള്ള പരസ്യ പ്രതികരണം ഉണ്ടാകില്ല എന്ന നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ആരാകും മുഖ്യമന്ത്രി എന്നതിനപ്പുറത്തേക്ക് എപ്പോഴും ഈ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള വലിയ ചർച്ചകളിലേക്കാണ് നീണ്ടുപോകുന്നത്. മാരത്തോൺ ചർച്ചകൾ ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടന്നു കഴിഞ്ഞു. ഇന്നിനി രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും കൂടി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രതീക്ഷ. മായ. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് രാഷ്ട്രീയ കേരളം.